KJD അക്കാദമിയുടെ ഇൻഫോർമേറ്റീവായ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. 2025-26 വർഷത്തെ ആരോഗ്യ വകുപ്പ് ഡയറക്ടറുടെയും കേരള മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടറുടെയും കീഴിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളിലെ ഡിപ്ലോമ ഇൻ ജനറൽ നഴ്സിംഗ് ആൻഡ് മിഡ്വൈഫറി കോഴ്സിനും ആരോഗ്യ വകുപ്പ് ഡയറക്ടറുടെ കീഴിൽ പ്രവർത്തിക്കുന്ന നഴ്സിംഗ് സ്ഥാപനങ്ങളിലെ ഓക്സിലറി നഴ്സിംഗ് ആൻഡ് മിഡ്വൈഫറി കോഴ്സിനും പ്രവേശനത്തിനായി അപേക്ഷകൾ ക്ഷണിച്ചിരിക്കുന്നു. LBS സെന്റർ ഡയറക്ടറുടെ www.lbscenter.kerala.gov.in എന്ന വെബ്സൈറ്റ് വഴി ഓൺലൈനായി ഓഗസ്റ്റ് 20 വരെ അപേക്ഷിക്കാവുന്നതാണ്. അപേക്ഷിക്കാനുള്ള യോഗ്യത എന്തെല്ലാമാണെന്ന് നോക്കാം. ആദ്യം ഡിപ്ലോമ ഇൻ ജനറൽ നഴ്സിംഗ് ആൻഡ് മിഡ്വൈഫറി കോഴ്സിന്റെ അക്കാദമിക യോഗ്യതകൾ എന്താണെന്ന് നോക്കാം. കേരള ബോർഡ് ഓഫ് ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ നടത്തുന്ന ഹയർ സെക്കൻഡറി പരീക്ഷയോ അല്ലെങ്കിൽ തത്തുല്യ പരീക്ഷയോ 40% മാർക്കോടെ വിജയിച്ചവർക്ക് അപേക്ഷിക്കാൻ അർഹതയുണ്ട്. യോഗ്യതാ പരീക്ഷയിൽ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി എന്നിവ ഓപ്ഷണൽ വിഷയങ്ങളായും ഇംഗ്ലീഷ് വിഷയം നിർബന്ധമായും ഉൾപ്പെട്ടിരിക്കണം. ഇവരുടെ അഭാവത്തിൽ മറ്റ് സ്ട്രീമുകളിൽ നിന്ന് ഹയർ സെക്കൻഡറി പരീക്ഷ പാസ്സായവരെയും പരിഗണിക്കാം. രജിസ്റ്റർ ചെയ്ത ANM നഴ്സുമാർ കേരള ബോർഡ് ഓഫ് ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ നടത്തുന്ന ഹയർ സെക്കൻഡറി പരീക്ഷയോ തത്തുല്യ പരീക്ഷയോ പാസ്സായിട്ടുള്ളവർ അവർക്കായി സംവരണം ചെയ്തിട്ടുള്ള സീറ്റുകളിൽ അപേക്ഷിക്കാവുന്നതാണ്. ഇനി ANMന്റെ യോഗ്യത നോക്കാം. ANM കോഴ്സിലേക്ക് അപേക്ഷിക്കാനുള്ള യോഗ്യതകൾ എന്തെല്ലാമാണെന്ന് നോക്കാം. കേരള ബോർഡ് ഓഫ് ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ നടത്തുന്ന ഹയർ സെക്കൻഡറി പരീക്ഷയോ തത്തുല്യ പരീക്ഷയോ പാസ്സായിരിക്കണം. കൂടാതെ മലയാളം വായിക്കാനും എഴുതാനും അറിയണം. സർവീസ് അപേക്ഷകർ ഒഴികെ മറ്റുള്ള അപേക്ഷകർക്ക് 31/12/2025 17 വയസ്സ് പൂർത്തിയായിരിക്കണം. ഉയർന്ന പ്രായപരിധി ഇല്ല. അപേക്ഷാ ഫീസ് നോക്കാം. SC/ST വിഭാഗത്തിൽപ്പെടാത്ത അപേക്ഷാർത്ഥികളെ ജനറൽ വിഭാഗക്കാരായിട്ടാണ് പരിഗണിക്കുക. ഇപ്പോൾ DHSന് കീഴിലുള്ള കോളേജുകളിലേക്ക് അപേക്ഷിക്കുന്നതിന് GNM മാത്രമാണ് അപേക്ഷിക്കുന്നതെങ്കിൽ ജനറൽ അപേക്ഷാർത്ഥികൾ 400 രൂപയാണ് ഫീസ് അടയ്ക്കേണ്ടത്. ഇനി GNMഉം ANMഉം ഒരുമിച്ച് അവർ അപേക്ഷിക്കുന്നുവെങ്കിൽ ഫീസ് 600 രൂപ. ANM മാത്രമാണ് അപേക്ഷിക്കുന്നതെങ്കിൽ 300 രൂപയാണ് ഫീസ്. ഇനി SC/ST അപേക്ഷാർത്ഥികളെ സംബന്ധിച്ച് അവരുടെ ഫീസ് GNMന് മാത്രമാണെങ്കിൽ 200 രൂപ, GNMഉം ANMഉം അപേക്ഷിക്കുന്നുവെങ്കിൽ 300 രൂപ, ANM മാത്രമാണെങ്കിൽ 150 രൂപ. പ്രോസ്പെക്ട്സ് മുകളിൽ പറഞ്ഞ വെബ്സൈറ്റിൽ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ്. ഇനി അപേക്ഷ സമർപ്പിക്കുന്ന രീതി നമുക്കൊന്ന് പരിചയപ്പെടാം. അപേക്ഷ സമർപ്പിക്കുന്നതിന് 4 ഘട്ടങ്ങളാണുള്ളത്. എല്ലാ ഘട്ടങ്ങളും നിർബന്ധമായും സമയബന്ധിതമായി പൂർത്തിയാക്കേണ്ടതാണ്. ഒന്നാം ഘട്ടം എന്ന് പറഞ്ഞാൽ രജിസ്ട്രേഷനാണ്. മുകളിൽ സൂചിപ്പിച്ച വെബ്സൈറ്റിൽ വേരിയസ് അലോട്ട്മെന്റ്സ് എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത ശേഷം അഡ്മിഷൻ ടു GNM ആൻഡ് ANM കോഴ്സസ് 2025 എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ഇത് അപേക്ഷാർത്ഥിയുടെ അടിസ്ഥാന വ്യക്തിഗത വിവരങ്ങൾ ഓൺലൈനായി രജിസ്റ്റർ ചെയ്യുക. അപ്പോൾ കിട്ടുന്ന ആപ്ലിക്കേഷൻ നമ്പർ ഉപയോഗിച്ച് അപേക്ഷാ ഫീസ് അടയ്ക്കാവുന്നതാണ്. ലോഗിൻ ചെയ്യാൻ ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷൻ നമ്പറും രജിസ്ട്രേഷൻ IDയും പാസ്വേഡും അപേക്ഷാർത്ഥികൾ സൂക്ഷിച്ച് വയ്ക്കേണ്ടതാണ്. രണ്ടാം ഘട്ടം ആപ്ലിക്കേഷൻ ഫീസ് ഒടുക്കലാണ്. ഫീസ് ഓൺലൈനായോ വെബ്സൈറ്റിൽ നിന്ന് ലഭിക്കുന്ന ചലാൻ മുഖേനയോ അടയ്ക്കാം. ഓൺലൈനായി അടയ്ക്കുന്നവർക്ക് തുടർന്ന് തന്നെ ഓൺലൈൻ ആപ്ലിക്കേഷൻ ഫോം പൂരിപ്പിക്കാവുന്നതാണ്. ഇനി ചലാൻ വഴി ഫീസ് അടയ്ക്കുന്നവർക്ക് 24 മണിക്കൂർ കഴിഞ്ഞോ അല്ലെങ്കിൽ പറഞ്ഞിരിക്കുന്ന സമയത്തിന് ശേഷമോ വെബ്സൈറ്റ് വഴി ലോഗിൻ ചെയ്ത് ഫീസ് ഒടുക്കിയ വിവരങ്ങൾ രേഖപ്പെടുത്തി ആപ്ലിക്കേഷൻ ഫോം പൂരിപ്പിക്കുന്നത് തുടരാം. ഇതിനായി ബാങ്കിൽ ഫീസ് അടയ്ക്കുമ്പോൾ ലഭിക്കുന്ന ചലാൻ നമ്പർ സൂക്ഷിച്ചു വയ്ക്കേണ്ടതാണ്. ഇനി ചലാൻ ഉപയോഗിച്ച് ഫീസ് കൊടുക്കുന്ന വിധം എങ്ങനെയാണെന്ന് നോക്കാം. അപേക്ഷകൻ വെബ്സൈറ്റിലുള്ള ന്യൂ രജിസ്ട്രേഷൻ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. വ്യക്തിഗത വിവരങ്ങൾ രേഖപ്പെടുത്തിയ ശേഷം ഓൺലൈനിൽ ചലാൻ ലഭ്യമാകും. ഒരു 3 പാർട്ട് ചലാൻ സ്ക്രീനിൽ ലഭ്യമാകും. ഈ ചലാൻ ഉപയോഗിച്ച് ഫെഡറൽ ബാങ്കിന്റെ ഏതെങ്കിലും ശാഖകളിൽ ഫീസ് ഒടുക്കേണ്ടതാണ്.
ഇനി ഓൺലൈനായി ഫീസ് കൊടുക്കുന്ന വിധം നമുക്ക് നോക്കാം. അപേക്ഷാർത്ഥി അപേക്ഷാ ഫീസ് ഓൺലൈൻ മുഖേന ക്രെഡിറ്റ് കാർഡ്, ഇന്റർനെറ്റ് ബാങ്കിങ്, UPI പേയ്മെന്റ് വഴി ഒടുക്കാവുന്നതാണ്. അപേക്ഷാ ഫീസ് ഒടുക്കി കഴിഞ്ഞാൽ ട്രാൻസാക്ഷൻ സക്സസ്ഫുൾ എന്ന മെസ്സേജ് സ്ക്രീനിൽ ലഭ്യമാകും. തുടർന്ന് അപേക്ഷകന് അപേക്ഷാ സമർപ്പണം പൂർത്തിയാക്കാം. മൂന്നാം ഘട്ടം എന്ന് പറയുന്നത് ഫോട്ടോയും ഒപ്പും വ്യക്തിഗത അക്കാദമിക് വിവരങ്ങളും അനുബന്ധ രേഖകളും അപ്ലോഡ് ചെയ്യുക എന്നുള്ളതാണ്. ഫോട്ടോയും ഒപ്പും സർട്ടിഫിക്കറ്റുകളും അപ്ലോഡ് ചെയ്യുക. വ്യക്തിഗത വിവരങ്ങളും യോഗ്യതാ പരീക്ഷാ വിവരങ്ങളും എന്നിവ രേഖപ്പെടുത്തുന്നതിനൊപ്പം അപേക്ഷയോടൊപ്പം അപ്ലോഡ് ചെയ്യണമെന്ന് വ്യവസ്ഥ ചെയ്തിട്ടുള്ള വിവിധ സർട്ടിഫിക്കറ്റുകൾ അപ്ലോഡ് ചെയ്യണം. ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിനുള്ള എല്ലാ സർട്ടിഫിക്കറ്റുകളും പ്രോസ്പെക്ടസിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ള നിശ്ചിത ഫോമിൽ തന്നെ അപ്ലോഡ് ചെയ്യേണ്ടതാണ്. ഈ ഡിസ്ട്രിക്ട് പദ്ധതിയിലൂടെ ലഭിക്കുന്ന സർട്ടിഫിക്കറ്റുകൾ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. നാലാം ഘട്ടം എന്ന് പറഞ്ഞാൽ ഫൈനൽ കൺഫർമേഷൻ ആണ്. ഫൈനൽ കൺഫർമേഷൻ നൽകുന്നതിന് മുൻപായി അപേക്ഷകർക്ക് അപേക്ഷയുടെ പതിപ്പ് കാണുവാനും എല്ലാ ഘട്ടങ്ങളും പൂർത്തീകരിച്ചെന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം ഫൈനൽ കൺഫർമേഷൻ നൽകുക. ഫൈനൽ കൺഫർമേഷന് ശേഷം തിരുത്തലുകൾ അനുവദിക്കുന്നതല്ല. ആവശ്യമുള്ള പക്ഷം അപേക്ഷയുടെ പ്രിന്റ് എടുത്ത് സൂക്ഷിക്കാവുന്നതാണ്. ഓക്കെ, താങ്ക് യു.